കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വീണ്ടും അറസ്റ്റ്. ഡിവൈഎഫ്ഐ നേതാവ് അമൽ ആറിന്റെ അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്ക്രീൻഷോട്ട് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിലേക്ക് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ നടപടിയുണ്ടാവുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, SIT സംഘത്തിന്റെ അന്വേഷണം ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മുന്നോട്ട് പോവുകയാണ്. ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള ഈ വ്യക്തി ഏത് തരത്തിലാണ് ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അഭിജിത്ത്? ഷിഹാസ് CPM കരിമ്പനപ്പാലം കണ്ണങ്കുഴി ബ്രാഞ്ച് അംഗം കൂടിയാണ് അമൽ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. വീണ്ടും ഒരു ഡിവൈഎഫ്ഐ നേതാവിലേക്ക് കൂടി SIT എത്തുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കൂടി ഇപ്പോൾ SIT കടന്നിരിക്കുകയാണ്. ഇതിൽ SIT നൽകുന്ന വിവരമനുസരിച്ച് ഷിഹാസ് ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുള്ള ആളാണ് അമൽ. അത് ഇയാളുടെ ഗ്രൂപ്പായ റെഡ് ബറ്റാലിയനിലേക്കാണ് അമൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് ജിതിൻ ഭാസ്കർ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുന്നു. അതിനുശേഷം ഈ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലേക്ക് റിബേഷ് രാമകൃഷ്ണൻ അത് ഷെയർ ചെയ്യുന്നു. അവിടെ നിന്ന് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നു. അവിടെ നിന്ന് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിലേക്ക് അമൽ ഷെയർ ചെയ്തു. അങ്ങനെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. അവരുടെ അറസ്റ്റുകളിലേക്കാണ് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കൂടി കടക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. ഷെയർ ചെയ്തവരെല്ലാവരും, അതായത് ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെല്ലാവരും തന്നെ പ്രതികളാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് DYSP തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിൽ എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷിഹാസ്, നമുക്കറിയാം ഈ കേസിൽ ആദ്യ അറസ്റ്റ് നടന്നത് ജിതിൻ ഭാസ്കറിൻ്റെതായിരുന്നു. ഡിവൈഎഫ്ഐ വടകര അദ്ദേഹം ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ്. മാത്രമല്ല CPM നേതാവ് കൂടിയാണ് ഇദ്ദേഹം. അങ്ങനെയാണ് ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റിലേക്ക് പോകുന്നതും. ഇതാ ഇപ്പോൾ രണ്ടാമത്തെ ഒരു അറസ്റ്റിലേക്ക് കൂടി SIT കടന്നിരിക്കുന്നു. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.